കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയുടെ ഈ വലിയ ശുശ്രൂഷയിലേക്ക് അച്ഛൻ നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സഹനങ്ങളുടെയും വേദനകളുടെയും നാളുകളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ഈ സമയം ദൈവ പദ്ധതി എന്താണ്, ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലായിരിക്കും. അപ്പോൾ ദൈവവചനം എന്ത് പറയുന്നു, ആ വചനത്തെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകാം. ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെ വചനം. യേശു പിതാവിനെ കുറിച്ചുള്ള വചനമാണ് ധ്യാനിക്കാൻ പോവുക. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ച് പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഒരു ജ്ഞാനം ഈ വചനത്തോട് ഒരു കിടപ്പുണ്ട്. നമ്മൾ പലപ്പോഴും പറയേണ്ടത് ജോസഫ് ഒരു നീതിമാനായിരുന്നു. നീതിമാനാരാണ്? നീതിമാനായ ജോസഫ് എന്ന് പറയും. ഇവിടെ ജോസഫ് പ്രധാനപ്പെട്ട ഒന്ന് നീതിമാനാകുക. അപ്പോൾ ആ നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വാട്ട് ഈസ് ദ മാൻ ഓഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ നീതിയുള്ള മനുഷ്യൻ എന്ന് പറയാനുള്ള കാരണം എന്ത്? ഈ ഒരു കൃപയുടെ മനുഷ്യൻ എന്ന് പറയാൻ ജോസഫിനെ പറയാൻ കാരണം എന്ത്? നമുക്കറിയാം, ദൈവസന്നിധിയിൽ നമ്മൾ കഴിയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ഈ നീതിയെക്കുറിച്ചുള്ള വലിയൊരു ജ്ഞാനം, ബോധ്യം നമുക്കുണ്ടാകണം. സകല ദൈവാനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി ധ്യാനിച്ചിട്ട് പറയുകയാണ്. അത് നീതി എന്നുള്ള ഒരു തലമാണ്. നീതി കാണിക്കണം, എല്ലാവരോടും നീതി കാണിക്കണം. അനീതി പ്രവർത്തിക്കരുത്. റോമലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പവർഫുള്ളായ 1 മുതൽ 8 വരെയുള്ള വചനമാണ്. വളരെ കൃപയുടെ വചനമാണ്. അത് മുഴുവൻ നിങ്ങൾ വായിച്ചു. ഞാൻ ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം പറയുന്നു. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. കണ്ടോ? അപ്പോൾ മറ്റുള്ളവർക്കെതിരെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്ന, ജഡ്ജ് ചെയ്യുന്ന ആളുകളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു വിധി ഉണ്ടാകും എന്നൊരു വചനം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നിനക്കെങ്ങനെ സാധിക്കും? അതോ ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിൻ്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് ഓരോരുത്തർക്കും അവിടുന്ന് താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. അതാണ് നീതി. ഞാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നീതിബോധം. ഇവിടെ കാണാം, യോസഫ്
പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ ഗർഭിണിയാണെന്നുള്ള വിവരം പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്തു? ഉടനെ അത് രഹസ്യമായിട്ടത് ഒഴിവാക്കുക. ആരും അറിയാം, വളരെ രഹസ്യമായിട്ട് അവനത് ഒഴിവാക്കാനായിട്ട് ചിന്തിക്കുകയാണ്. ആ ബന്ധം വേർപെടുത്താൻ തീരുമാനിക്കും. അതിൻ്റെ കാരണം എന്താ? ഭീതിബോധമുള്ള ഒരുവൻ്റെ പ്രത്യേകത ഒരാളുടെ കുറവുകൾ, ആരുടെ കുറവ് കണ്ടാൽ അത് പരസ്യപ്പെടുത്തുന്നവനല്ല, നീതിയില്ലാത്തവൻ. കാരണം ഈശോ പറഞ്ഞ വചനം തീർച്ചയായിട്ടും ജോസഫിനറിയാം. അതായത് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഇപ്പോൾ കുറവുകൾ ഉള്ളവന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള അധികാരമോ അവകാശമോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ തിരുവചനത്തിൻ്റെ അർത്ഥവതാണ്. തിരുവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വചനത്തിൽ അത് പറയുന്നത്. 8 വചനം പറയും, അവൻ നിവർന്നവരോട് പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ഭീതിബോധമുള്ള ജോസഫ് വേറൊരാളെ കുറ്റക്കാരനാക്കുന്നില്ല. കുറ്റമുണ്ടെങ്കിലും ആളെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് 1 പത്രോസിൽ വചനത്തിൽ 5-ാം അധ്യായത്തിൽ പറയും, അതായത് ഒരുവനെ പാപത്തിൽ നിന്ന് കരകയറ്റുന്നവൻ തൻ്റെ തന്നെ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. ഒരുവൻ്റെ പാപം മറയ്ക്കുന്നവൻ, മറ്റൊരുവൻ്റെ പാപം അത് മായ്ച്ചു മറയ്ക്കുന്നവൻ തൻ്റെ തന്നെ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പം അർത്ഥം ഇതാണ്, നമ്മൾ നീതിബോധം വരുമ്പോൾ നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകും. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വചനം കൊടുക്കുന്നത്, അവരെ നമ്മൾ നയിക്കുന്നത്. അപ്പോൾ ദൈവകൃപയുടെ തലവിരിക്കുന്ന നീതിബോധം. പലപ്പോഴും നമ്മൾ സ്നേഹിച്ചത് കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും സ്നേഹിക്കുക, സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ചിലരുണ്ട് ഒരു നീതിയൊന്നും പിന്നെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി കൂടെ സ്നേഹം നടിക്കും, സ്നേഹം കാണിക്കും, ഒരു കാപ്പ് കുടിക്കും, ചായ കുടിക്കും, അത് കുടിക്കും, ഭയങ്കര സോപ്പിങ്ങാണ്. പക്ഷേ നീതിയില്ല ജീവിതത്തിൽ. നീതിബോധം ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് നൽകണം. അപ്പന് അർഹതപ്പെട്ടത് അപ്പന് കൊടുക്കുക, അമ്മയ്ക്ക് അർഹതപ്പെട്ടത് അമ്മയ്ക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് അർഹതപ്പെട്ടത് ഭാര്യയ്ക്ക് കൊടുക്കണം, ഭർത്താവിന് അർഹതപ്പെട്ടത് ഭർത്താവിനുള്ളത് മാത്രം. അതാണ് നീതിബോധം. മക്കൾക്ക് അർഹതപ്പെട്ടത് മക്കൾക്ക് കൊടുക്കണം, വൈദികർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം, സന്യസ്തർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം, തിരുസഭയ്ക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം, ദേവാലയത്തിന് അർഹതപ്പെട്ടത് കൊടുക്കണം, ബലിപീഠത്തിന് അർഹതപ്പെട്ടത് കൊടുക്കണം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് അർഹത മേടിക്കുന്ന കൂലിക്ക് അനുസരിച്ച് നമ്മൾ അധ്വാനിക്കണം. അതുപോലെ തന്നെ അധ്വാനിക്കുന്നവന് അതനുസരിച്ചുള്ള കൂലി കൊടുക്കണം. അപ്പം അങ്ങനെ നീതിബോധം കാണിക്കണം. നീതിബോധം, ആ നീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലാതെ നീതി കാണിക്കാതെ ചിരിയും കളിയും ബഹളവും കയ്യടിയും സോപ്പിങ്ങും അങ്ങനെ കാണിച്ചൊന്നും കാര്യമൊന്നും അവിടെ ഒന്നും ദൈവാനുഗ്രഹം ഒഴുകത്തില്ല. ജോസഫിന് നീതിബോധമുണ്ട്. ആ നീതിബോധത്തിൽ ഈ മനുഷ്യൻ നിൽക്കുന്നത് കൊണ്ടാണ് ദൈവകൃപ ഈ മനുഷ്യനിലേക്ക് വന്ന് നിറയാനുള്ള കാരണം. അതാണ്. അതോടൊപ്പം തന്നെ താൻ നല്ല ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ മറ്റൊരാളെയും കൂടെ ഉപദ്രവിക്കുന്നില്ല. സ്വന്തം കുറവുകളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യാത്തൊരു വ്യക്തിത്വം, അഭിഷേകമാണ് വിശുദ്ധ യോസേപ്പ് പിതാവിലോ. ആരും ജഡ്ജ് ചെയ്യുന്നില്ല, പരിശുദ്ധ അമ്മയെ ജഡ്ജ് ചെയ്യുന്നില്ല, ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുന്ന യോസേപ്പ്. അവിടെ വേണമെങ്കിൽ അവളെ തെറ്റ് മുഴുവൻ നാട് മുഴുവനും പരസ്യപ്പെടുത്തി അവളെ നശിപ്പിച്ച് തീർത്ത് കളയാം. എന്നങ്ങനെ ഒരുപാട് പേരെ നശിപ്പിക്കുന്നുണ്ട്. മറ്റുള്ള കുറച്ചൊരു പത്രമാധ്യമങ്ങൾ കാണുമ്പോൾ ആർക്കെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ആഘോഷിക്കുകയാണ്. അപ്പം അത് കാണിക്കുമ്പോൾ ആ വ്യക്തിയോട് നീതി കാണിക്കണം. സ്വന്തം ജീവിതത്തിൻ്റെ മാരക പാപങ്ങളെ മുഴുവനും കുടിച്ചു മൂടിയിട്ടിട്ട് മറ്റുള്ളവരെ എടുത്ത് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെയാണ് നീതിവിധി ഉണ്ടാകും. നീതിമാനായ ദൈവത്തിൻ്റെ വിധി വരും. ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുമ്പോൾ പക്ഷേ ആരും അംഗീകരിച്ചാലില്ലല്ലോ, എനിക്കൊരു കുഴപ്പം. ഇതൊരു നീതിവിധിയുടെ കാലഘട്ടമാണ്. നീതിവിധികൾ ഇനിയും നടക്കും. നെല്ലും പതിരും തമ്മിൽ ദൈവം വേർതിരിക്കും. ഒരുവനെ ദൈവം അംഗീകരിക്കുന്നത് അവൻ്റെ വേറെ വേഷം കെട്ടൊന്നുമല്ല, നീതിപൂർവമുള്ള ജീവിതം. അത് കാണുന്ന ദൈവം ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് കൊടുത്തിരിക്കും.
അപ്പം അത് ഉറപ്പാണത്. ഏത് കുടുംബത്താണ് ഭാര്യ ഭർത്തൃബന്ധം, വിവാഹമെന്ന കൂദാശയിലേക്ക് കടന്നു വരുന്ന ഭാര്യാഭർത്താക്കന്മാർ നീതി കാണിക്കണം. തൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടും എല്ലായിടത്തും നീതി കാണിക്കണം. ഈ നീതിബോധത്തെ നമ്മൾ വളരെയധികം ഗൗരവമായിട്ടെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും തകർന്നു. ചില ആശാരിമാർക്കും അല്ലെങ്കിൽ ചില കോൺട്രാക്ടർ ബിസിനസ് നടത്തുന്നവർക്കും പറ്റുന്ന അപകടം പോലെ ഉണ്ടാകരുത്. അവന് എല്ലായിടത്തും പോയി അവൻ ബുക്കിംഗ് നടത്തും, എല്ലാം നടത്തും. അതുകൊണ്ട് ഒന്നും അവൻ നീതി എല്ലായിടും കയ്യിൽ നിന്നും പണം മേടിക്കും, ചുറ്റുമെല്ലാം പണം മേടിക്കും, ഒന്നും ചെയ്ത് തീർക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നീതിയില്ലവൻ ഒരിടത്തൊരു വണിയുന്ന വർക്കിനോടോ ജോലിയോടോ ധ്വാന മേഖലയോടോ നീതി കാണിക്കില്ല. എന്നിട്ട് സമ്പാദ്യം ഉണ്ടാക്കും. ഈ സമ്പാദ്യം ഒരിക്കലും നിലനിൽക്കുകയില്ല. നീതിബോധമാണ് ദൈവം ഏറ്റെടുക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ അടിത്തറ. ജോസഫിനെ ചരിത്രത്തിൽ ഭൂമിയിൽ ഒരുപക്ഷെ ജോസഫിനെ ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണമെന്ന് പറയാൻ കാരണം അവൻ്റെ നീതിബോധമുള്ള മനസ്സ്. നീതിമാനാണ് അവൻ. അവന് എല്ലാവരോടും തുല്യ നീതി കാണിക്കുന്നു, ആരോടും കള്ളത്തരം കാണിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ ആദ്യ പുരുഷനെ ആദ്യ സ്ത്രീയെയും പിശാച് വഞ്ചിക്കുന്നുണ്ട്. അത് ദൈവകൽപ്പന ലംഘിക്കാൻ പറയുമ്പോൾ ദൈവത്തോട് അനീതി കാണിക്കുന്ന ആദ്യത്തെ കുടുംബം ദൈവത്തോട് അനീതി കാണിക്കുന്നെങ്കിൽ രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്ന പരിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും കുടുംബം ദൈവത്തോട് നീതി കാണിക്കുന്ന സംഭവം. യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ കിട്ടുന്ന ദൈവസ്വരം, ആ സ്വരത്തോട് നീതി കാണിച്ചുകൊണ്ട് ആ വഴി തന്നെ യാത്ര ചെയ്യുന്ന യോസേപ്പ് പിതാവ് ഓരോ ഘട്ടത്തിലും ദൈവവചനത്തോട് നീതി കാണിക്കുന്ന, അതിനകത്തൊരു അതൊരിക്കലും സംശയിക്കുന്ന, അതേ അനുസരിക്കുന്ന ഒബീഡിയൻ്റായൊരു കൃപ. അപ്പോൾ ആ കൃപ നമ്മൾ പ്രവർത്തിക്കണേ. എനിക്കൊന്ന് പരിശുദ്ധാത്മ അഭിഷേകമൊക്കെ കിട്ടുവാൻ വേണ്ടിയൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ആത്മീയ ഭവനങ്ങളും ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവിടെ നമ്മളിലുണ്ടാകേണ്ടത് നീതിയാണ്. പ്രാർത്ഥിക്കുന്നിടത്തും സത്യസന്ധത എന്നുള്ളതാണ്. ആ സത്യസന്ധത കാണിക്കാതെ ഒരിക്കലും ദൈവകൃപ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള പുറംപൂച്ചുകൾക്കൊന്നും അർത്ഥമൊന്നുമില്ല. പുറംപൂച്ചുകളുടെ നാളുകളാണിത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നു. വേഷം കെട്ടുകളുടെ കാലഘട്ടമാണ്, അഭിനയങ്ങളുടെ കാലഘട്ടം, നാടകങ്ങളുടെ കാലഘട്ടമാണ്. ഈ നാടകങ്ങളെല്ലാം അവസാനം നാടകം കഴിയുമ്പോൾ അവൻ്റെ ജീവിതങ്ങൾ, പല നാടകക്കാരുടെയും ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്, പല അഭിനയക്കാരുടെയും ജീവിതം കണ്ടു. അവൻ്റെ ജീവിതം ഒരു പരിധി കഴിയുമ്പോൾ വലിയ ദുരന്തങ്ങളുടെ കുഴിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം അവൻ അഭിനയിക്കുന്ന കാര്യത്തോടും അവൻ്റെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പം നീതിബോധം എന്ന പുണ്യമില്ലാതെ ദൈവാനുഗ്രഹം ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധിയുടെ നാളുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടികൾ, യുവാക്കൾ, യുവതികൾ കുടുംബത്തിലായിരിക്കുമ്പോൾ ആ മാതാപിതാക്കളോട് നീതി കാണിക്കണം. പഠിക്കുന്നിടത്ത് നീതി കാണിക്കണം. ഫ്രണ്ട്ഷിപ്പ് വരുമ്പോൾ അവിടെ നീതി കാണിക്കണം. ഒരു പെങ്കൊച്ചിനോടോ ഒരു ആൺകുട്ടിയോടോ സ്നേഹം തോന്നുമ്പോൾ ഉടനെ അതിനുമായിട്ട് സെക്ഷൽ ബന്ധങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അനീതിയാണത്. പ്രീ മാരിറ്റൽ സെക്സൊക്കെ അനീതിയാണിത്. അബോർഷൻ നടത്തുമ്പോൾ അനീതിയാണ്. ആ കുഞ്ഞിനോട് കാണിക്കുന്നൊരു അനീതിയുണ്ട്, ഇൻജസ്റ്റിസ് ഉണ്ട്. ശരീരത്തെ വിൽപ്പന ചരക്കായിട്ട് കൊടുക്കുമ്പോൾ അവിടെ അനീതിയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ശരീരത്തെ കച്ചവട വസ്തുവാക്കുമ്പോൾ അനീതിയാണ് കാണിക്കുന്നത്. അനീതി കാണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ജീവിതത്തിനൊന്നും ഒരനുഗ്രഹവും കിട്ടും. മണിക്കൂറുകളല്ല, വർഷങ്ങളിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും ഫലമൊന്നും കിട്ടില്ല. അതുകൊണ്ട് എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിച്ചാൽ നീതിബോധമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് ആ ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഈ സമയം നമ്മൾ വളരെ ആത്മാർത്ഥമായി ദൈവത്തിനു മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ലഭിക്കുകയുള്ളൂ. യാക്കോബ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ, ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും.
തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച് കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങൾ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. ഈശോ ശരിക്കും ഇസ്രായേൽ ജനത്തിൽ ഈശോയുടെ കാൽവരി പറഞ്ഞ ഈശോ അവർ ജനം നീതി കാണിച്ചില്ല. നീതിമാൻ എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്? അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചോളും. നീതിമാനെ ദൈവം കാത്തുകൊള്ളു, ദൈവമാണ് അവനെ പരിപാലിച്ചുകൊള്ളു. ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ വഴികളിൽ ഭൂമിയിൽ നിന്ന് ഒരാൾ പോലും ഈശോയോട് നീതി കാണിച്ചിട്ടില്ല. ഒരാൾ പോലും നീതി കാണിച്ചു. പക്ഷേ ദൈവം സ്വർഗപിതാവ് അവനോട് നീതി കാണിച്ചു. അപ്പോൾ നമ്മൾ നീതിയാണത്. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള പാപത്തിൽ കഴിയുന്നവർ, ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ ഏർപ്പെടുന്നവർ, നീതി എന്നൊരു നമ്മുടെ കയ്യിലിരിക്കുന്ന പണം, സ്വത്ത്, നേട്ടങ്ങൾ, വളർച്ച, ഉയർച്ച, അതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു നീതിമാനായൊരു ദൈവമുണ്ട്. നീതിയാണ് ഏറ്റവും, എനിക്കൊന്ന് ബൈബിളിൽ ഏറ്റവും ജസ്റ്റിസ് ഓഫ് ഗാഡ്. എല്ലാവരും മേഴ്സി ഓഫ് ദൈവകരുണ എന്നുള്ളത് നല്ലതാണ്. ദൈവകരുണ എന്നത് ഒഴുകുന്നത് നിവൃത്തിയില്ലാത്തവനാണ്. നിവൃത്തിയില്ലാത്തവന് കിട്ടുന്നതാണ് ദൈവകരുണ, അല്ലാതെ നിവൃത്തിയുള്ളവന് കിട്ടുന്നതല്ല ദൈവകരുണ. നീതിബോധം കാണിക്കാനുള്ള സാധ്യതയ്ക്ക് ഇനി സമയമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ സ്വാർത്ഥത അവനെ പലപ്പോഴും നീതിബോധത്തിൽ നിന്ന് മാറി വേറൊരു ജീവിതത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് എവിടെയും നീതിയാണ് അനുഗ്രഹങ്ങളുടെ ഉറവിടം. വചനം കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ, അത് ആ വചനത്തോട് നീതി കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് നീതി കാണിക്കുകയാണ്. പരിശുദ്ധത്വത്തോട് നീതി കാണിക്കുകയാണ്. തിരുസഭയോട് നീതി കാണിക്കുകയാണ്. ജസ്റ്റിസ് ഓഫ് ഗാഡ്. നീതി, കാരുണ്യവും നീതിയുടെ ഭാഗം. പാവപ്പെട്ടവനോട് നമുക്ക് സഹായിക്കുമ്പോൾ അവനോട് കരുണയും അവനോട് കാണിക്കുന്ന നീതിയാണ്. എൻ്റെ ജസ്റ്റിസ് ഓഫ് ഗോഡ്. നീതി, കാരുണ്യം, വിശ്വസ്തത. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നു. വിശ്വസ്തത അതല്ലേ കൃപ കൊടുക്കുന്ന വിശ്വസ്തർക്കേ കൊടുക്കാവുള്ളൂ. 2 തിമോത്തി 2:1-5 വരെ അതായത് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തുനിന്ന് ശക്തി സംഭരിക്കുക, വിശ്വസ്തരായവർക്ക് അത് പകർന്നു കൊടുക്കുക. വിശ്വസ്തരെന്ന് കണ്ടുകിട്ട വലിയ ബുദ്ധിമുട്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് വിശ്വസ്തത. അത് കിട്ടിയാൽ പരിശുദ്ധാത്മാവ് തൊടാതൊന്നും വിശ്വസ്ത കിട്ടത്തില്ല. അപ്പോൾ അവിടെ അത് തുടങ്ങുന്ന നീതിയാണ്. നീതിബോധം എന്നുള്ളതാണ് കാര്യം. അവിടെ തൻ്റെ പരിശുദ്ധൻ അഴുകുവാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. കാരണം നീതിമാനായവനെ അഴുകാൻ ദൈവം സമ്മതിക്കില്ല. വചനത്തിൽ പറയുകയാണേ. അപ്പോൾ ആ ഒരു അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ നീതിബോധത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. യോസേപ്പ് പിതാവിൻ്റെ നീതിബോധം നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം. യോസേപ്പ് പിതാവിൻ്റെ നീതിബോധം അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാമത്തെ അധ്യായം 3-4 അധ്യായങ്ങൾ അവിടെ എല്ലാം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈശോയുടെ ആ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ അവിടെയെല്ലാം ദൈവിക നീതിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ലോകത്തെ മുഴുവൻ നീതി. ഇന്ന് ലോകത്തിൽ അനീതി ഭയങ്കരമായിട്ട് കൂടുന്നു. നിഷ്കളങ്കരുടെ കണ്ണുനീര് ഒരുപാട് ഒഴുകുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ഒഴുകുന്നു. ഭാര്യാഭർത്താക്കന്മാരുടെ കണ്ണുനീരുകൾ ഒഴുകുന്നു. വൈദികരുടെ കണ്ണുനീര് ഒഴുകുന്നു. ചിലയിടത്ത് നീതി നിഷേധിക്കപ്പെടുന്നു. സന്യസ്തരുടെ ഒഴുകുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവകൃപ കിട്ടില്ല. യോസേപ്പ് പിതാവിനെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ നീതിമാനായിരുന്നു. നീതിമാനായവൻ ആരെ ഉപദ്രവിക്കുന്നില്ല, കരുണ കാണിക്കുന്നു. പാപികളോട് അതിരറ്റ കരുണ കാണിക്കുന്നു. അതേസമയം ദൈവത്തോടും മറ്റുള്ളവരോടും നീതി കാണിക്കുന്നു. അപ്പോൾ ആ നീതിബോധത്തിൻ്റെ അനുഭവം കിട്ടാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രാർത്ഥനയിലോട്ട് കയറുന്ന മുമ്പ് വായി കേട്ട വചനം അടിത്തറയിലെ വചനമാണിത്. ഈ വചനത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചേക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കാം. പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ സമയത്ത് സ്വർഗീയ അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ കുടുംബങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ.
മക്കളെ വിട്ടു. ഈശോയുടെ രക്തം, പരിശുദ്ധ രക്തം ഓരോ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതം കർത്താവേ, അങ്ങല്ലാതെ വേറെ ആരും ഞങ്ങൾ സഹായിക്കുക. കർത്താവേ, ഞങ്ങൾ നിലവിളിക്കുമ്പോൾ അങ്ങ് ചെവി ചായ്ച്ചു തരണം. കർത്താവേ, ഞങ്ങളുടെ കണ്ണു നിറഞ്ഞൊഴുകുമ്പോൾ അങ്ങയുടെ കരങ്ങൾ ഓടിയത് ഞങ്ങൾ ചങ്കുപൊട്ടി വിളിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം വിട്ടുകൊടുത്ത ദിവികാരം ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ, ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ ഓരോ വ്യക്തിക്കും അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ലഭിക്കും. ഈ സമയത്ത് ഈശോയുടെ മുമ്പിൽ കണ്ണുനീരെടുത്ത് പ്രാർത്ഥിച്ചു എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായി സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയിലെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ.